വിവാദത്തിന്റെ എഞ്ചിൻ സ്റ്റാർട്ടായിരിക്കുകയാണ് KSRTC ബസ്സിൽ. തിരുവനന്തപുരം നഗരസഭയ്ക്ക് കൂടി അവകാശപ്പെട്ട ബസ് സർവീസ് നഗരത്തിന് പുറത്തേക്ക് നടത്തുന്നുവെന്നായിരുന്നു മേയറുടെ പരാതി. എന്നാൽ മേയറുടെ പ്രസ്താവന തള്ളുകയാണ് ഗതാഗത മന്ത്രി. സിറ്റി ബസ്സുകളിൽ ഒന്നും തിരുവനന്തപുരത്തിന് പുറത്ത് ഓടുന്നില്ല. 113 ബസ്സുകളാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിലുള്ളത്. ബസ്സുകൾ വേണമെന്ന് മേയർ എഴുതി തന്നാൽ 113 ബസ്സുകളും കോർപ്പറേഷൻ നൽകും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരും പറയണ്ട. മേയറെ ആരോ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും KB ഗണേഷ് കുമാർ. ഈ വണ്ടി തിരുവനന്തപുരത്തിന് പുറത്ത് ഓടുന്നില്ല, മറ്റ് ജില്ലകളിൽ ഓടുന്നുണ്ടെന്ന് അദ്ദേഹം ബഹുമാനായ മേയർ പറഞ്ഞു കേട്ടു. ഞാൻ കണ്ടില്ല. പക്ഷേ ഒരു ജില്ലയിൽ ഓടുന്നില്ല, വേറൊരു ജില്ലയിൽ ഇത് ഓടിക്കാൻ പറ്റത്തില്ല. എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാം. മേയർ അദ്ദേഹം എന്നോട് സംസാരിക്കുകയോ ഞങ്ങൾക്ക് കത്തുകയും ചെയ്തിട്ടില്ല. വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു. അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്. അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ 113 വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം. കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാം. ഞങ്ങളുടെ ഡിപ്പോയിൽ നിന്ന് ഇടാൻ ഞങ്ങൾ പകരം 150 വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരും. രാഹുൽ ജി നാഥ് ഉണ്ട് നമ്മളോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഹുൽ, ഈ രാഷ്ട്രീയ ആരോപണങ്ങൾ, വാഗ്വാദങ്ങൾ, വെല്ലുവിളി അതവിടെ നിൽക്കട്ടെ. സിറ്റി ബസ്സുകളുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം എന്താണ്? സിറ്റി സർക്കുലർ സർവീസ് എന്നാണ് പേര്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം ഇതെങ്ങനെ നടപ്പിലാക്കുന്നത് തീരുമാനിക്കേണ്ടത്. അത് ഈ നഗരത്തിനകത്ത് വലം വെക്കേണ്ടതാണോ അതോ നഗരത്തിന് ചുറ്റും വലം വെക്കേണ്ടതാണോ എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത്. 113 ബസ് നഗരത്തിനുള്ളിൽ കിടന്ന് ഓടണമോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അത് കൃത്യമായി സാങ്കേതികമായി കണക്ക് പരിശോധിച്ച് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. കാരണം 113 ബസ് ഓടിയാൽ എല്ലാം ലാഭത്തിലാകുമോ? ആളുകൾക്ക് 10 മിനിറ്റ് കൂടുമ്പോൾ അവരുടെ സ്ഥലത്ത് കൂടി വണ്ടികൾ പോയാൽ എത്ര പേരെ കയറ്റാനാകും എന്നുള്ള ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ നഗരത്തിന് പുറത്തേക്ക് പോയി ആളുകളെ നഗരത്തിലേക്ക് കൊണ്ടുവരാം എന്ന തീരുമാനത്തിലേക്ക് വരുന്നത്. ഇവിടെ ഇപ്പോൾ എന്തായാലും കാര്യം രാഷ്ട്രീയമായ ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. അപ്പോഴും ഈ പറയുന്ന പോലെ കോർപ്പറേഷന്റെ വാഹനങ്ങളാണ്. മന്ത്രി പറയുന്നത് ഞങ്ങൾ ഉപകാരം ചെയ്യാൻ നിന്നതാണ്, വേണ്ടെങ്കിൽ തന്നേക്കാം എന്നുള്ള ലൈനാണ് മന്ത്രിക്കുള്ളത്. 113 ബസ് തിരിച്ചു കൊടുത്താൽ 150 എണ്ണം ഞങ്ങൾ പുതുതായിട്ട് വാങ്ങും എന്നാ പറഞ്ഞത്. അപ്പോൾ ബസ്സുകൾ നിറയും, റോഡുകൾ ബസ്സുകൾ നിറയും എന്നുള്ളത് ലാഭമുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നുള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയമായി VV രാജേഷ് മേയർ ഇത്തരത്തിൽ കാര്യം ഉന്നയിക്കുമ്പോൾ മന്ത്രിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഉപകാരത്തിന് വേണ്ടി ചെയ്തതാണ്, വേണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ എന്ന് മാത്രമാണ് പറഞ്ഞത്. പിന്നെ പറയുന്നത് ഇതിടാൻ KSRTCയുടെ സ്ഥലം ഇനി ലഭിക്കില്ല. മറ്റൊന്ന് ഈ ബസ്സുമായി ബന്ധപ്പെട്ട് KSRTCയുടെ കണ്ടക്ടറും ഡ്രൈവറും മെക്കാനിക്കുമാണ് ഉള്ളത് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സഹകരിച്ചു പോയാൽ നന്നായി മുന്നോട്ട് പോകാം, നമുക്ക് സംസാരിക്കാം എന്നുള്ളതാണ്, അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും സഹകരിച്ചു പോവാണെങ്കിൽ സ്ഥലവും തരാം, ആളുകളെയും തരാം, നമുക്ക് ഒരുമിച്ച് പോകാം. എന്നോട് ഈ കാര്യം സൂചിപ്പിക്കണമായിരുന്നു എന്ന് മന്ത്രി പറഞ്ഞത്. എന്നോട് പറഞ്ഞിട്ടില്ല, എന്നോട് കത്ത് രേഖാമൂലമോ അല്ലാതെയോ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പറച്ചിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഈ ഡബിൾ എഞ്ചിൻ ആകുമ്പോൾ വികസനം ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ ഡബിൾ എഞ്ചിൻ അല്ല. കാരണം കോർപ്പറേഷനിൽ BJP ആണ് ഭരിക്കുന്നത്, ഇടതുപക്ഷമാണ്. അപ്പോൾ എന്തായാലും ഈ അസ്വാരസ്യങ്ങൾ വരും, രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കും. ഇപ്പോൾ എന്തായാലും വന്ന് ഇപ്പോൾ BJP അധികാരത്തിൽ വന്നിട്ട് ദിവസങ്ങളെ ആകുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിച്ച് സിറ്റി ബസ് സർവീസ് ലാഭത്തിലാണോ നിലവിൽ? ഇത് വലിയ ചർച്ച വന്നതാണ് ഈ സമയത്തൊക്കെ. അത് ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ വാക്കുകൾ വിശ്വസിക്കുകയാണെങ്കിൽ ഏതാണ്ട് ലാഭത്തിലാണ്. കാരണം നല്ല ദിവസേന നോക്കുമ്പോൾ ലാഭത്തിലാകുന്ന സർവീസ് തന്നെയാണ്, ആളുകൾക്ക് ഉപകാരപ്പെടുന്ന സർവീസുമാണ് എന്ന് പറയുന്നുമുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഈ 113 ബസ് നഗരത്തിൽ ഓടുമ്പോൾ പിന്നെ പ്രശ്നമാകാൻ പോകുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കാണ്. അപ്പോൾ അതും ഒരു പ്രശ്നമായി ആ ഘട്ടത്തിലേക്ക് ഉന്നയിക്കപ്പെടുകയും എന്നാൽ പിന്നെ കുറച്ചുകൂടി അദ്ദേഹം അങ്ങോട്ട് പോകാമെന്നുള്ള രീതിയിൽ നയപരമായ തീരുമാനമെടുത്തതിന്റെ ഭാഗമായി ഞാൻ തോന്നുന്നു ഈ 113 ബസ് നഗരത്തിനുള്ളിൽ നിൽക്കാതെ കുറച്ച് പുറത്തേക്ക് പോയി ആളുകളെ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഈ കണക്കുകൾ പ്രകാരം കണക്കുകൾ എടുത്താണ് ഇത് പരിശോധിക്കേണ്ടത്. അല്ലാതെ 113 ബസ്സും കോർപ്പറേഷൻ്റെ ആയതുകൊണ്ട് അത് നഗരത്തിൽ ഓടാം എന്ന് തീരുമാനിച്ചത് ലാഭത്തിലാകുമോ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ഒരു പൊളിറ്റിക്സ് നോക്കാം. അപ്പം അങ്ങനെ ഈ ആരോപണം പെട്ടെന്നൊരു ദിവസം മേയർ ഇത് പറയുകയാണ്, ആദ്യത്തെ രാഷ്ട്രീയ ആരോപണം എന്ന നിലയ്ക്ക് തന്നെ പറയുകയാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കണക്കെടുപ്പ് ഭരണത്തിൽ വന്നതിന് ശേഷമോ എന്തെങ്കിലും ഒരു പരാതി ഭരണത്തിൽ വന്നതിന് ശേഷം കിട്ടിയതിന്റെ പേരിലോ ഒന്നുമല്ല. അത് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച ഒരു രാഷ്ട്രീയ നീക്കം എന്ന നിലയ്ക്ക് തന്നെ ഉണ്ടാകുന്നതാണ്. അത് വീണ്ടും നമുക്ക് തുടർന്നും പ്രതീക്ഷിക്കാം. ഉറപ്പല്ലേ? കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങളെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിത് പരിശോധിക്കുന്ന വിഷയമാണ്, ഞങ്ങളിതാ കണ്ടുപിടിച്ചിരിക്കുന്നത്, ഇങ്ങനെയാണ് ചെയ്യുന്നത്. സിറ്റി സർക്കുലർ സർവീസ് ഇവിടെയല്ലേ ഓടേണ്ടത്, അത് കേന്ദ്രം കോർപ്പറേഷൻ നൽകിയതാണെന്ന് പറയുന്നത്. അപ്പം KB ഗണേഷ് കുമാർ പറയുന്നത് 60% സ്റ്റേറ്റ് ഫണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കണക്കുകൾ പ്രകാരം അവർ വാഗ്വാദം നടത്തുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ BJP ശ്രമിക്കുന്നത് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്, ഞങ്ങൾ നിതാന്തമായ പരിശോധനയിലായിരുന്നു, ഞങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം, അപ്പോൾ ഇതിനി ഇങ്ങനെ പോകാൻ കഴിയില്ല. വന്നതിന് ശേഷം മേയർ എന്തെങ്കിലും പറഞ്ഞു? ഇല്ല, മേയർ എന്തായാലും പൊതുവായൊരു പ്രതികരണം ഉണ്ടാകും. ശിവഗിരിയിൽ നിന്ന് മടങ്ങി വരികയാണ്. അപ്പോൾ ആ പ്രതികരണം എന്താകും എന്നുള്ള കൗതുകത്തിലാണ്. കാരണം സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നാണോ അതോ മന്ത്രി അറിയിച്ച് തിരിച്ചു വാങ്ങുമെന്നുള്ളതാണോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ തിരിച്ചു വാങ്ങുകയാണെങ്കിൽ ഇനിയും ഈ എഞ്ചിൻ ഓഫ് ആകാതെ തുടരും. ഈ KSRTC ബസ്സുകളുടെ പേരിൽ ഒരു വാഗ്വാദവും ഈ പറയുന്ന ആശയഭിന്നതയൊക്കെ നമുക്ക് കാണേണ്ടി വരും. ശരി രാഹുൽ, എന്തായാലും നോക്കാം. ഗണേഷ് കുമാർ പറഞ്ഞതിലും ഒരു കാര്യമുണ്ട്, അങ്ങനെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ KSRTCയുടെ യാതൊരു സർവീസും ഇനി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ഉണ്ടാകില്ല. സ്ഥലം അടക്കം കോർപ്പറേഷൻ സ്വന്തം കണ്ടുപിടിക്കേണ്ടി വരുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. മേയറുടെ പ്രതികരണം നമുക്ക് കാത്തിരിക്കാം.